ജനുവരി 22 നടക്കുന്ന രാമക്ഷേത്ര പ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായി അയോധ്യയിലെ പുതിയ വിമാനത്താവളം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. റോഡ് ഷോയും നവീകരിച്ച അയോധ്യ റെയിൽവേ സ്റ്റേഷൻ അനാച്ഛാദനവും നടത്തിയ ശേഷമാണ് പ്രധാനമന്ത്രി പുതുതായി നിർമ്മിച്ച അയോധ്യ വിമാനത്താവളം ഉദ്ഘാടനം ചെയ്തത്. കൂടാതെ ഉത്തർപ്രദേശിലെ നിരവധി വികസന പദ്ധതികൾക്കും പ്രധാനമന്ത്രി തറക്കല്ലിട്ടു. വിമാനത്താവളത്തിന്റെ ഉദ്ഘാടനത്തിനു പുറമെ പുതിയ അമൃത് ഭാരത്, വന്ദേ ഭാരത് ട്രെയിനുകളും പ്രധാനമന്ത്രി മോദി ഫ്ളാഗ് ഓഫ് ചെയ്തു. അതേസമയം അയോധ്യയിലെ പുതിയ വിമാനത്താവളത്തിന് ഋഷി കവി മഹർഷി വാൽമീകിയുടെ പേരിടുമെന്നും മഹർഷി വാൽമീകി അന്താരാഷ്ട്ര വിമാനത്താവളം അയോധ്യ ധാം എന്നറിയപ്പെടുമെന്നും വൃത്തങ്ങൾ അറിയിച്ചു. 1450 കോടിയിലധികം രൂപ ചിലവിലാണ് ഈ അത്യാധുനിക വിമാനത്താവളത്തിന്റെ ഒന്നാം ഘട്ടം പൂർത്തിയാക്കിയിരിക്കുന്നത്. വിമാനത്താവളത്തിന്റെ ടെർമിനൽ കെട്ടിടത്തിന് 6500 ചതുരശ്ര മീറ്റർ വിസ്തീർണമുണ്ട്. പ്രതിവർഷം ഏകദേശം 10 ലക്ഷം യാത്രക്കാരെ ഉൾക്കൊള്ളാൻ കഴിയും. കൂടാതെ തിരക്കേറിയ സമയങ്ങളിൽ 3000 യാത്രക്കാരെയും പ്രതിവർഷം 60 ലക്ഷം യാത്രക്കാരെയും കൈകാര്യം ചെയ്യാൻ ശേഷിയുള്ള 50,000 ചതുരശ്ര മീറ്റർ വിസ്തൃതിയുള്ള പുതിയ ടെർമിനൽ കെട്ടിടത്തിന്റെ നിർമ്മാണം രണ്ടാം ഘട്ട വികസനത്തിൽ ഉൾപ്പെടുത്തും. ടെർമിനൽ ബിൽഡിംഗിന്റെ മുൻഭാഗം അയോധ്യയിലെ വരാനിരിക്കുന്ന ശ്രീരാമ മന്ദിറിന്റെ ക്ഷേത്ര വാസ്തുവിദ്യയെ അനുസ്മരിപ്പിക്കുന്നതാണ്. ടെർമിനൽ കെട്ടിടത്തിന്റെ അകത്തളങ്ങളിൽ ഭഗവാൻ ശ്രീരാമന്റെ ജീവിതത്തെ ചിത്രീകരിക്കുന്ന പ്രാദേശിക കലകളും പെയിന്റിങ്ങുകളും ചുവർ ചിത്രങ്ങളും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. വിമാനത്താവളത്തിന്റെ ടെർമിനൽ കെട്ടിടത്തിൽ ഇൻസുലേറ്റഡ് റൂഫിംഗ് സിസ്റ്റം, LED ലൈറ്റിംഗ്, മഴവെള്ള സംഭരണം, ജലധാരകളോടുകൂടിയ ലാൻഡ്സ്കേപ്പിംഗ്, വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ്, മലിനജല ശുദ്ധീകരണ പ്ലാന്റ് തുടങ്ങി വിവിധ സുസ്ഥിര സവിശേഷതകളും സജ്ജീകരിച്ചിട്ടുണ്ട്. കൂടാതെ GRIHA 5 സ്റ്റാർ റേറ്റിംഗുകൾ നിറവേറ്റുന്നതിനായി സോളാർ പവർ പ്ലാന്റും മറ്റ് നിരവധി സവിശേഷതകളും നൽകിയിട്ടുണ്ട്. വിമാനത്താവളം മുതൽ റെയിൽവേ സ്റ്റേഷൻ വരെയുള്ള റോഡ് ഷോയുടെ ഭാഗമായി വഴിയിൽ തടിച്ചുകൂടിയ ജനക്കൂട്ടം പ്രധാനമന്ത്രിയെ അഭിവാദ്യം ചെയ്തിരുന്നു. പ്രധാനമന്ത്രിയും തന്റെ കാറിൽ നിന്ന് ജനങ്ങളെ അഭിവാദ്യം ചെയ്തു. ഒരു ഘട്ടത്തിൽ വാഹനത്തിന്റെ ഡോർ തുറന്നാണ് അദ്ദേഹം ജനങ്ങൾക്ക് അഭിവാദ്യം അർപ്പിച്ചത്. വഴിമധ്യേ ആളുകൾ പുഷ്പദളങ്ങൾ വർഷിക്കുകയും മുദ്രാവാക്യങ്ങൾ ഉയർത്തുകയും ചെയ്തു. വഴിയിലുടനീളം സാംസ്കാരിക സംഘങ്ങളുടെ പ്രകടനങ്ങൾക്കും പ്രധാനമന്ത്രി സാക്ഷിയായി. ന്യൂസ് ഡെസ്ക്, ട്രെൻഡിംഗ് നമ്പർ 1.